സ്റ്റുഡന്റ് ആണല്ലേ? വെക്കേഷൻ ഒക്കെ തീരാറായല്ലേ? ആൻസർ ഷീറ്റ് കിട്ടുന്ന ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുകയാണോ? പരീക്ഷ തലേന്ന് ഇരുന്ന് പഠിച്ചതായിരിക്കും. ഒരുപാട് പെൻഡിങ് പോർഷൻസ് ഉണ്ടാവും. ഇതൊക്കെ എന്ത്? അപ്പൊ ഇതാണ് നമ്മുടെ മക്കളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. യെസ്, അവർക്ക് രണ്ടും ഇപ്പൊ വേണം. അതായത് ഓണം വെക്കേഷൻ അടിച്ചു പൊളിക്കുകയും വേണം, അന്നായിട്ട് നന്നായിട്ട് പഠിക്കുകയും വേണം. രണ്ടും കൂടെ ഇപ്പൊ നടക്കാനായിട്ട് എന്തെങ്കിലും വഴിയുണ്ടോ സാർ? എന്തെങ്കിലും ഉണ്ടോ? വഴിയുണ്ടോ? അങ്ങനെ നമ്മളിങ്ങനെ നല്ലോണം ഇങ്ങനെ കൂലംകുഷമായിട്ട് നമ്മളിങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ ഒരു വഴി തെളിയുന്നുണ്ട്. നമുക്ക് ഒരു ദിവസം 24 മണിക്കൂറുണ്ടല്ലോ. അതന്നെ. അപ്പൊ അതിൽ നിന്നും 24 ആണല്ലോ, അതിലെ 4 അങ്ങോട്ട് വെട്ടിക്കളയാ, ബാക്കി 2 hours ഇല്ലേ? മക്കളെ, നിങ്ങൾ 2 മണിക്കൂർ പഠിക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ഇപ്പൊ കഴിഞ്ഞ ആ ഒരു ചാപ്റ്റേഴ്സ് ഒക്കെ നമുക്ക് റിക്കവർ ചെയ്യാൻ വേണ്ടി പറ്റും. അതെ, ഒരു ദിവസം നമ്മൾ കുറേ സമയം നമ്മൾ എൻജോയ് ചെയ്ത്, അല്ലെ, കുറേ സമയം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത്, ചിലപ്പോൾ നമ്മൾ വെറുതെ ഇരുന്നിട്ടും ഒക്കെ നമ്മൾ കുറേ സമയം കളയുന്നുണ്ട്, അല്ലെ? അപ്പൊ അതിൽ നിന്ന് ഒരു 2 hours നിങ്ങൾക്ക് മാറ്റി വെക്കാനുണ്ടാവില്ലേ? ഓക്കെ, നമുക്ക് ഓൾറെഡി ഇപ്പൊ ഓണത്തിന്റെ മെയിൻ സെലിബ്രേഷൻസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അല്ലെ? ഓണത്തിന്റെ കലണ്ടറിലെ ഹോളിഡേ മൊത്തത്തിൽ എൻജോയ് ചെയ്തു, അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇനി അങ്ങോട്ട് ഒരു 3-4 ദിവസം നമ്മൾ എന്ത് ചെയ്യും, ഒരു 2 മണിക്കൂർ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം എന്ത് ചെയ്യാൻ പറ്റും, അടിപൊളിയായിട്ട്. ഇതുവരെ കുറെ പോർഷൻസ് നമുക്ക് പഠിച്ച് എടുക്കാൻ പറ്റാതെ പോയെന്നുണ്ടായിരിക്കും. ചില ചാപ്റ്റേഴ്സ് തന്നെ ചിലപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് അങ്ങനെ മനസ്സിലാവാത്ത ചാപ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. ചില ടോപ്പിക് ആയിട്ട് നമുക്ക് കുറച്ച് പാടാന്ന് തോന്നിയതുകൊണ്ട് നമ്മൾ മിസ്സാക്കി കളഞ്ഞ ഭാഗങ്ങൾ ഉണ്ടായിരിക്കും. മാത്രമല്ല, ഇവരുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇവര് കൂടുതൽ പേരും, ഒരു 95% പിള്ളേരും ആ മാരത്തോണിന്റെ സമയത്ത് വന്നിട്ട് അടിപൊളിയായിട്ട് പഠിച്ച് ഭീകരന്മാരവര്. അതായത് ലാസ്റ്റ് ടൈമില് ഭയങ്കരമായിട്ട് വന്ന് പഠിക്കാനായിട്ട് വന്ന ടീമായിരിക്കും കൂടുതൽ. ഇതിൽ മെജോറിറ്റി ആൾക്കാർ അങ്ങനെ ആയിരിക്കും. മാരത്തോൺ ലൈവ് ഒക്കെ കണ്ട് വേഗം പഠിക്കുന്നു, പരീക്ഷാ തലേദിവസം പഠിക്കുന്നു, പോയി എക്സാം എഴുതുന്നു. അങ്ങനെ പോയിട്ട് എഴുതിയ ആൾക്കാരും ഇതിന്റെ ഇടയിലുണ്ടാവും. അപ്പൊ ഇനി ഇതേപോലെ തുടർന്ന് കഴിഞ്ഞാൽ നമുക്ക് ചാപ്റ്റേഴ്സിന്റെ എണ്ണം കൂടി വരിക ചെയ്യുന്നത്. ക്രിസ്മസ് എക്സാം ആകുമ്പോഴേക്കും നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്റേഴ്സിന്റെ എണ്ണം ഇനിയും കൂടാണ് ചെയ്യുന്നത്. അപ്പൊ ഇതുവരെ പഠിച്ചത്, ഓണപരീക്ഷ വരെ നമ്മൾ പഠിച്ചത് എന്ത് ചെയ്യണം, ഇതുവരെ ഒന്ന് കറക്റ്റ് ആയിട്ട് വൃത്തിയായിട്ട് ഒന്ന് പഠിച്ചെടുക്കണം, അല്ലെ? ഇനി അതുപോലെ നമ്മൾ ഏതെങ്കിലും പോർഷൻസ് ഒക്കെ മിസ്സായി പോയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ പഠിച്ചത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിലൊക്കെ എന്ത് ചെയ്യണം, ഇതുവരെ പഠിച്ചൊക്കെ ഒന്ന് സെറ്റ് ആക്കി എടുക്കണം, അല്ലെ? അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇനിയുള്ള ദിവസങ്ങൾ, അതായത് നമ്മുടെ സ്കൂൾ തുറക്കുന്ന വരെയുള്ള ദിവസം ഉണ്ട്, അല്ലെ? വളരെ കുറച്ച് ദിവസമുള്ളൂ. ഈ ദിവസങ്ങൾ എന്ത് ചെയ്യണം, ഓരോ ദിവസം ഒരു 2 മണിക്കൂർ വീതം മാറ്റി വയ്ക്കാൻ പറ്റുമല്ലോ? തീർച്ചയായിട്ടും അവരെന്തായാലും മാറ്റി വെക്കും. കാരണം അവർക്ക് അറിയാം എത്രത്തോളം പഠിക്കാനുണ്ട്, ഓൾറെഡി അവർ അനുഭവിച്ച് കഴിഞ്ഞു, അല്ലെ? അപ്പൊ ഇനി ഈ പരിപാടി തുറന്നാൽ നടക്കൂല എന്നുള്ളത് ഇവർക്ക് മക്കൾക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. തീർച്ചയായിട്ടും ഒരു 2 മണിക്കൂർ ചെലവഴിക്കുക, എന്നിട്ട് ആ വഴി പറഞ്ഞു കൊടുക്കും. 2 മണിക്കൂർ എന്ത് ചെയ്യണം? 2 മണിക്കൂർ നിങ്ങൾ ഓരോ ദിവസം ഒരേ ടോപ്പിക്ക് തന്നെ ഇരുന്ന് പഠിക്കുക, അതായത് അല്ലെങ്കിൽ ഒരേ സബ്ജക്ട് തന്നെ ഇരുന്ന് പഠിക്കാതെ ഓരോ മണിക്കൂറിലും ഓരോ സബ്ജക്ട് വീതം, അതായത് ഒരു ദിവസം 2 സബ്ജക്ട് വീതം പഠിക്കുന്നത്. അത്രയ്ക്ക് 1 മണിക്കൂർ ഒരു സബ്ജക്ട് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കുഴപ്പമില്ല. നമുക്കൊരു 40 മിനിറ്റ് ഒക്കെ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഈ 2 മണിക്കൂർ നമുക്ക് 3-4 സബ്ജക്റ്റിന് എന്ത് ചെയ്യാം, ഇടയ്ക്കിടയ്ക്ക് ഒരു 5 മിനിറ്റ്സ് ബ്രേക്ക് എടുത്ത് പഠിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് നമ്മൾ വിചാരിക്കും ഒറ്റയടിക്ക് പഠിക്കാൻ പറ്റുന്നു, പക്ഷെ അങ്ങനെയൊന്നും നമുക്ക് പഠിക്കാൻ പറ്റില്ല. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് ഒരു 5 മിനിറ്റ്സ് ബ്രേക്ക് എടുത്ത് പഠിക്കുക. അപ്പൊ എന്റെ കുട്ടികൾക്ക് നല്ല ഉഷാറായിട്ട് 2 മണിക്കൂർ നല്ല സെറ്റ് ആയിട്ട് തന്നെ പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നമ്മുടെ ഇതുവരെയുള്ള പെൻഡിങ് ആയിട്ടുള്ള പോർഷൻസ് ഒക്കെ നമുക്ക് കംപ്ലീറ്റ് ആക്കാനും പറ്റും. ഒപ്പം നമുക്ക് വെക്കേഷൻ അടിച്ചു പൊളിക്കുകയും ചെയ്യാം. ബാക്കിയുള്ള സമയം മൊത്തം നിങ്ങൾ എൻജോയ് ചെയ്തോ. ഇനി മക്കളെ ഇതൊക്കെ എവിടെ കിട്ടും, എങ്ങനെ പഠിക്കും? അപ്പൊ മക്കളെ, ഒറ്റയ്ക്ക് പഠിക്കാൻ ചെറിയൊരു ആവേശക്കുറവുള്ളവർക്ക്, പുറമേ നിന്നൊരു സപ്പോർട്ട് വേണമെന്ന് താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും നമ്മുടെ ബാച്ചിൽ എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. മാത്രമല്ല ഒരു കാര്യം കൂടി ഉണ്ട്, ഇപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓഫർ ഫീസിൽ തന്നെ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ആ ഓഫർ ഫീസ് ഇതുവരെ മാറ്റിയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ എപ്പോഴാ മാറ്റാന്ന് അറിയാൻ പാടില്ല. അപ്പൊ വേഗം തന്നെ ലിമിറ്റഡ് ഓഫറാണ്, ഓണം ഓഫറാണ്. അത് ഏത് ദിവസം എന്ത് ചെയ്യാം, ചിലപ്പോൾ ക്യാൻസൽ ചെയ്യാം, പഴയ ഫീസിലേക്ക് തന്നെ മാറാം. അതുകൊണ്ട് എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം, നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ ഈ താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒരു ഹായ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ മാത്രം മതി. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇവർ പറഞ്ഞു തരുന്നതായിരിക്കും. ഇനി മക്കളോട് ഒരു ചോദ്യം, അതായത് എല്ലാവരും താഴെ കമന്റ് ചെയ്യണം. നമ്മുടെ ഓണപരീക്ഷ ഒക്കെ കഴിഞ്ഞു, അപ്പൊ ഇതിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള സബ്ജക്ട് ഏതാണെന്നുള്ളത്, അതേപോലെ തന്നെ ഏറ്റവും ടഫ് ആയിട്ടുള്ള സബ്ജക്ട് ഏതായിരുന്നു എന്നുള്ളതും, അതായത് കുറെ എക്സാംസ് നടന്നല്ലോ, ഇതിൽ നിങ്ങൾക്ക് ഈസിയും ടഫും ഏതാണെന്നുള്ളത് എന്ത് ചെയ്യാം, വേഗം തന്നെ നമ്മുടെ കമന്റ് ബോക്സിൽ പോയിട്ട് കമന്റ് ചെയ്യാം. അപ്പൊ അതുപോലെ തന്നെ ക്ലാസ് 7 മക്കൾക്ക് USS എക്സാമും അതുപോലെ ക്ലാസ് 8 മക്കൾക്ക് NMMS എക്സാം ഒക്കെ വരുന്നുണ്ട് അല്ലേ? അപ്പൊ അതിന് നമ്മൾ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു സമയമായിട്ടുണ്ട് അല്ലേ? യെസ്. അപ്പൊ നമ്മൾ ഇനി ഫുൾ കോൺസെൻട്രേഷൻ നമ്മൾ ആ ഒരു NMMSനും അതേപോലെ തന്നെ USSനും കൊടുക്കാനായിട്ട് പോവാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒത്തിരി ക്ലാസ്സസ് നമ്മുടെ കുട്ടികൾക്ക് വളരെയധികം യൂസ്ഫുൾ ആണ്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അവർ നല്ലോണം അത് കണ്ട് പഠിച്ച് അടിപൊളിയായിട്ട് പാസ്സായിട്ടുള്ള മക്കളാണ്. നമ്മുടെ കൂടെ പഠിച്ചവരൊക്കെ അടിപൊളിയായിട്ട് പാസ്സായിട്ടുണ്ട്. അപ്പൊ അതേപോലെ നിങ്ങൾക്കും ഇത്തവണ പാസ്സാവാനായിട്ട്
തരാനായിട്ട് സാധിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഫുൾ എങ്ങനെയൊക്കെയാണ് ക്ലാസ്സസ് കിട്ടാനായിട്ട് പോകുന്നത്, അതേപോലെ തന്നെ ഏതൊക്കെ ക്ലാസ്സസുകളാണ്, എപ്പോഴൊക്കെ ആയിരിക്കും ക്ലാസ്സസ് കിട്ടുക, അങ്ങനെയുള്ള ഫുൾ ഡീറ്റെയിൽസ് എൻ്റെ കുട്ടികൾക്ക് പറഞ്ഞു തരാനായിട്ട് നമ്മുടെ എക്സാമിനർ ഫാമിലി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നു ഒരു അടിപൊളി ഇവന്റുമായിട്ട്. അപ്പൊ സാറ്റർഡേ താഴെ കാണുന്ന സമയത്തായിരിക്കും നമ്മുടെ ഇവന്റ് ഉണ്ടാവുക. ഈ ഒരു വിവരം മാക്സിമം ഫ്രണ്ട്സിന് എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്യുക. എന്നിട്ട് കൃത്യസമയത്ത് തന്നെ എന്ത് ചെയ്യുക, ഈ ഒരു ഇവന്റിൽ പങ്കെടുക്കുക. നിങ്ങൾക്ക് USSനും അതുപോലെ തന്നെ NMMSനും നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ഇവന്റിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും മറക്കാതെ ലൈവ് അറ്റൻഡ് ചെയ്യുക.